നമ്മുടെ ഗോവിന്ദും വിജയലക്ഷ്മിയും കൂടിയുള്ള ആ യാത്രയിൽ വെച്ച് സത്യങ്ങൾ ഓരോന്നായിട്ട് മറ നീക്കി പുറത്തു വരികയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും സത്യങ്ങൾ എന്ന് പറയുന്നത്, ഏത് സത്യമാണ് പുറത്തു വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ആകാംക്ഷഭരിതരായിട്ടിരിക്കുകയായിരിക്കും. ആ സത്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഞാനും ആകാംക്ഷയിലാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഗീതുവും ഗോവിന്ദും കൂടി ഇങ്ങനെ കാറിലിരിക്കുകയാണ്. നമ്മുടെ ഡോക്ടറെ കാണാൻ പോകാനായിട്ടാണ് അവർ തയ്യാറെടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് ആലോചിക്കണം, എങ്ങനെയെങ്കിലും ഗീതുവിനെ ഈ യാത്രയിൽ നിന്ന് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ ഡോക്ടറോട് എൻ്റെ സ്റ്റെം സെൽസ് രഞ്ജുവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യം സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കണം, എങ്ങനെ ഇവളെ ഒന്ന് ഒഴിവാക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദ് ഗീതുവിനോട് പറയണം, അല്ല ഗീതു, ഓഫീസിൽ ഇന്ന് ചില കാര്യങ്ങൾക്ക് ഒരു എന്താണ് പറയുന്നത്, വലിയൊരു മീറ്റിങ്ങും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ ഇറങ്ങിക്കോ, അജാസിനെ വിളിച്ചിട്ട് നീ പൊയ്ക്കോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത പറയണം, നടക്കില്ല കണ്ണേട്ടാ, ഞാനും കൂടി വന്നേ പറ്റൂ. കാരണം ആ ഡോക്ടറെ കണ്ണേട്ടനെ അറിഞ്ഞൊന്നും കൂടല്ലോ, ഞാനല്ലേ ആ ഡോക്ടറുമായിട്ട് ഫോണിൽ കോൺടാക്റ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടറെ കാണാൻ നേരത്തെ എന്തായാലും ഞാനും കൂടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ് ഗീതു. അപ്പോൾ അങ്ങനെ ആ സമയത്തിനാണെങ്കിൽ ഗോവിന്ദ് പറയുകയാണ്, ഇവിടെ ആരാ വരുമെന്ന് പറഞ്ഞവരൊക്കെ അങ്ങ് വന്നോട്ടെ, നമുക്ക് എന്തായാലും പോവാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത് പറയണ, അല്ല, ഒരു ഗസ്റ്റ് വരാനുള്ളത്, അവരും കൂടി വന്നിട്ട് മാത്രമേ ഡോക്ടർ കാണാൻ പോകാൻ പറ്റുള്ളൂ. കാരണം ഈ ഡോക്ടറെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ കൂടെ വരാമെന്ന് പറഞ്ഞ ആൾക്കാണ് ഡോക്ടറെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നത്. അവർക്ക് ഡോക്ടറുമായിട്ട് നല്ല അടുപ്പത്തിലാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒരാളെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഗീതുവും ഗോവിന്ദും കൂടി. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും പുള്ളിക്കാരൻ ആലോചിക്കുകയാണ് എങ്ങനെ ഗീതുവിനെ ഒഴിവാക്കും എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബാക്കിലത്തെ ഡോറ് തുറന്ന് ഒരാൾ വണ്ടിക്കകത്തേക്ക് കയറുകയാണ്. ഗോവിന്ദ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ വിജയലക്ഷ്മിയാണ്. ഗോവിന്ദിന് കലിപ്പളവാണ്. ഗോവിന്ദ് പറയാണ്, ഇവരെന്തിനാണ് കൂടെ വരുന്നത്, ഇവരോട് പോവാൻ പറ, ഇവരെ ആരാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഗീത് പറയണ, കണ്ണേടിനൊന്ന് അടങ്ങിയിരിക്കെ, ഇവർ വരാതെ പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ നടക്കുക, ഇവരെന്തിനാ വരുന്നത്, ഇവർ വരേണ്ട കാര്യം എന്താ? എൻ്റെ കണ്ണേട്ട, ഇവരല്ലേ രഞ്ജുവിൻ്റെ അമ്മ. കണ്ണേട്ടൻ രഞ്ജുവിൻ്റെ ആരുമില്ലല്ലോ, ഒരു ഫ്രണ്ട് മാത്രമാണല്ലോ. അപ്പോൾ സ്റ്റെം സെൽസ് മാറ്റി വെക്കേണ്ടി വരുവാണെങ്കിൽ ഈ വിജയലക്ഷ്മി അമ്മയുടെ സ്റ്റെം സെൽസ് അല്ലേ ഈ രഞ്ജുവിന് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിജയലക്ഷ്മി അമ്മയുടെ ആരോഗ്യം നന്നായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ വിജയലക്ഷ്മി അമ്മ ഇല്ലാതെ എങ്ങനെ വേറെ ആരുടേതെങ്കിലും സ്റ്റെം സെൽസ് രഞ്ജുവിന് യോജിക്കുമോ? കണ്ണേട്ടൻ്റെ ഇത് കൊടുക്കാൻ പറ്റുമോ? കണ്ണേട്ടൻ്റെ സ്വന്തം കൂടപ്പറപ്പൊന്നും അല്ലല്ലോ രഞ്ജു എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദ് പെട്ടുപോവാണ്, ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതിനുശേഷം ഗീത് പറയണം, അങ്ങനെയല്ലേ വിജയലക്ഷ്മി അമ്മേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അതുമാത്രമല്ല, സ്വന്തം മകളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഡോക്ടർ പറയുന്നത് ഈ അമ്മയ്ക്ക് കേൾക്കാനുള്ള അവകാശമില്ലേ എന്നൊക്കെ പറയുകയാണ്. ഗോവിന്ദിന് പ്രാന്ത് പിടിച്ചിട്ട് ഇങ്ങനെ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങുകയാണ്. പുള്ളിക്കാരൻ പ്രാന്ത് പിടിച്ച് ആകെ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗീതവും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടെ നമ്മുടെ വിജയത്തിനെ നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ ഗാനഗോകുലം ഇവിടെ ഇരുന്നോ, ഞാനേ അങ്ങോട്ട് പോയി പറഞ്ഞ് സെറ്റാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് ഗോവിന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയണേ, കണ്ണേട്ടാ, എന്തായാലും അവർ ആ വണ്ടിയിലിരിക്കുന്നതിന് എന്താ കുഴപ്പം, അവരവിടെ ഇരുന്നോട്ടെ, നമ്മളെന്തായാലും ഡോക്ടറെ കാണാൻ പോകാൻ തീരുമാനിച്ചിരിക്കല്ലേ, ഡോക്ടർ അവർക്ക് അറിയുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുമാത്രമല്ല കണ്ണേട്ട, ആ ഡോക്ടർ ആണെങ്കിലുണ്ടല്ലോ, ആളൊരു മുരടനാണ്. അങ്ങനെ പറയുന്ന സമയത്ത് കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ അയാളെ സ്വഭാവം മാറും. അതുകൊണ്ട് കണ്ണേട്ട പെട്ടെന്ന് പോകാം പാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, അവരുണ്ടെങ്കിൽ ഞാൻ വരില്ല എന്നിങ്ങനെ പറയണം. കണ്ണേട്ട വരുന്നില്ലെങ്കിൽ വരണ്ട, രഞ്ജുവിനോട് ഭയങ്കര ആത്മാർത്ഥതയുണ്ടെന്നാണല്ലോ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗീതു പറയുകയാണ്. അങ്ങനെ ഗോവിന്ദ് ഒരു തീരുമാനത്തിലെടുക്കുകയാണ്. ഗോവിന്ദ് പറയണ, അവർ വരുന്നെങ്കിൽ വന്നോട്ടെ, പക്ഷേ ഒരു കണ്ടീഷൻ, അജാസിൻ്റെ വണ്ടിയിൽ വന്നാൽ മതി, ഞാൻ അജാസിനെ വിളിച്ച് അവരെ കൂട്ടി വിട്ടോളാം എന്നിങ്ങനെ പറയാണ്. ഞാൻ എൻ്റെ വണ്ടിയിൽ പോവാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗീത് പറയണ, അജാസിക്കയെയോ? അതെ, അജാസിനെ. അപ്പോൾ പെട്ടെന്ന് ഗീതു ആലോചിക്കണം, ഈശ്വര, അവർണികയുടെ ടൈമിങ് കറക്റ്റ് ആയിരിക്കണേ, കൃത്യസമയത്തിന് എന്നെ അവർണിക എന്നെ ഒന്ന് വിളിക്കണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ അപ്പം തന്നെ അവർണികയുടെ കോള് വരികയാണ്. അങ്ങനെ നമ്മുടെ ഗീതു കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അവർണികയും ഗീതുവും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. അപ്പോൾ തന്നെ ഗീതുവിനോട് അവർണിക പറയുകയാണ്, ഗീതാഞ്ജലി, ഞാൻ ഗീതാഞ്ജലിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയണേ, നീ അങ്ങ് അഭിനയിച്ചോ മോളെ, കണ്ണേട്ടം തൊട്ടടുത്തുണ്ട്, ഞാനിപ്പോൾ സ്പീക്കർ ഇടുവേ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗീതു ഫോൺ സ്പീക്കറിലിടുകയാണ്. അതിനുശേഷം നമ്മുടെ അവർണിക സംസാരിക്കുകയാണ്, ഗീതാഞ്ജലി, എനിക്ക് വയ്യ ഗീതാഞ്ജലി,
എനിക്ക് സുഖമില്ല ഗീതാഞ്ജലി, എനിക്ക് ഒട്ടും വയ്യ, ഞാനിപ്പോൾ ഇവിടെ തളർന്ന് വീഴും. എന്താ എന്താ പറഞ്ഞെങ്കിൽ നിനക്ക് എന്താ പറ്റിയത് ഗീതാഞ്ജലി? എനിക്ക് വയറുവേദന എടുത്തിട്ട് സഹിക്കാൻ വയ്യ, ഇവിടെ ആരുമില്ല ഗീതാഞ്ജലി, എന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാൻ ആരുമില്ല ഗീതാഞ്ജലി, കിഷോർ ഇവിടെ ഇല്ല, മറ്റാരും ഇവിടെ ഇല്ല ഗീതാഞ്ജലി, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമോ ഗീതാഞ്ജലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അവനിക സംസാരിക്കുകയാണ്. ഈ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ അവനികയ്ക്ക് ചിരിയൊക്കെ വരികയാണ്. പുള്ളിക്കാരത്തെ കടിച്ചമർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അവനികയുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഗോവിന്ദിന് വല്ലാണ്ടാവുകയാണ്. പുള്ളിക്കാരൻ പറയണത് അവനികയെ സമാധാനമായിട്ടിരിക്കും, ഒരു കുഴപ്പമില്ല, അതെ ഗീതു ഉപ്പ വരും, ഗീതു നിന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നോളും, അജാസിൻ്റെ വണ്ടിയിൽ ഞാൻ ഇപ്പം തന്നെ ഗീതുവിനെ അങ്ങോട്ടേക്ക് അയക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതുവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അവർണിക ഇങ്ങനെ വയറ്റി പിടിച്ചിട്ട് പറഞ്ഞ് മോനെ മമ്മിയോട് ക്ഷമിക്കടാ, ഒരു ആൻറ്റിക്ക് വേണ്ടിയിട്ടല്ലേ മമ്മി ഇങ്ങനെ പറഞ്ഞത്, മമ്മിയോട് പൊറുക്കടാ, എന്തായാലും ആ ആൻറ്റി നല്ലൊരു ഉദ്ദേശത്തിലായിരിക്കും അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവനിക്ക് ആലോചിക്കണം, എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഗീതു എന്നോട് ഇങ്ങനെ ഒരു കള്ളം പറയാൻ പറഞ്ഞത്, എന്ത് തന്നെയാണെങ്കിലും ആർക്കും ദോഷം വരുന്നതൊന്നും അവൾ ചെയ്യത്തില്ല എന്നിങ്ങനെ അവനിക മനസ്സിൽ വിചാരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീത് പറയുകയാണ്, അപ്പോൾ ഒരു കാര്യമുണ്ട് കണ്ണേട്ടാ, അപ്പോൾ ഞാൻ അജാസിക്കയുടെ വണ്ടിയിൽ പോവുകയാണ്, അപ്പോൾ പിന്നെ വിജയലക്ഷ്മി അമ്മ എങ്ങനെ പോവും? അവരെ അതിനകത്ത് അങ്ങനെ ഇരിക്കട്ടെ, അത് വേണ്ട കണ്ണേട്ട, അത് വേണ്ട. അത് പിന്നെ കണ്ണേട്ടന് മനസ്സിൽ ഇഷ്ടമില്ലാത്ത ഒരാൾ കണ്ണേട്ടൻ്റെ കൂടെ വരുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് അവർ ഈ വണ്ടിയിൽ വരണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, എൻ്റെ മനസ്സ് ഇപ്പോഴാണ് നീ മനസ്സിലാക്കിയത്, ഒരു കാര്യം ചെയ്യാം, അവരെ നമുക്കൊരു ടാക്സിയിൽ വിടാം. അപ്പോൾ ഉടനെ ഗീതു പെട്ടു. അപ്പം തന്നെ ഗീതു പറയണം, അത് വേണ്ട കണ്ണേട്ടാ, ടാക്സിയിലൊന്നും വിടണ്ട, ടാക്സിക്കൊക്കെ ഭയങ്കര പൈസയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, പൈസയെ അത് ഞാനല്ലേ കൊടുക്കുന്നത്, നീ അല്ലല്ലോ, അത് പിന്നെ വേണ്ട കണ്ണേട്ടാ, എന്തായാലും ഈ ഒരു വണ്ടി വെറുതെ പോവുമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു അറ്റത്ത് അവരിരുന്നോട്ടെ, അല്ലേ പിന്നെ എന്തിനാ വേറൊരു വണ്ടിയിൽ പെട്രോളൊക്കെ വെറുതെ എന്തിനാ കത്തിച്ച് കളയുന്നത്, പെട്രോളിനൊക്കെ എന്താ വില എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗീത് പറയാണ്, എന്തായാലും ആ വണ്ടിയുടെ ഒരു മൂലയിൽ അവർ ഇരുന്നോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഗീത് ചെന്നിട്ട് ഇങ്ങനെ വിജയലക്ഷ്മിയെ പിടിച്ചിട്ടാണ് പറയുന്നത്, പിന്നെ കണ്ണേട്ടൻ്റെ കൂടെ പൊയ്ക്കോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അജാസുക്കയുടെ കൂടെ അവർണികയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോവുകയാണ്, നിങ്ങൾ അമ്മയും മോനും മാടിച്ച് സെറ്റായിട്ട് അങ്ങ് പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഇങ്ങനെ നോക്കുകയാണ്. ഗോവിന്ദ് ചോദിക്കുകയാണ്, അമ്മയും മോനുമോ ആര് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഉടനെ ഗീതു അത് പിന്നെ അമ്മയും മോനും എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന വിജയലക്ഷ്മി അമ്മ എനിക്കെൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ്, എൻ്റെ സ്വന്തം അമ്മയാണ്. അപ്പോൾ എൻ്റെ സ്വന്തം അമ്മയെന്ന് പറയുമ്പോൾ കണ്ണേട്ടൻ്റെ അമ്മായി അമ്മയാണ്. അപ്പോൾ കണ്ണേട്ടൻ വിജയലക്ഷ്മി അമ്മയുടെ മരുമകനാവുമ്പോൾ, മരുമകൻ എന്ന് വെച്ചാൽ അമ്മയുടെ സ്ഥാനമാണല്ലോ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാൽ കണ്ണേട്ടൻ്റെ അമ്മയാണ് വിജയലക്ഷ്മി അമ്മ. അപ്പോൾ വിജയലക്ഷ്മി അമ്മയുടെ മകളാണല്ലോ ഞാൻ, അപ്പോൾ കണ്ണേട്ടൻ മരുമകൻ എന്ന് വെച്ചാൽ മകനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗീത് കിടന്ന് ബബ്ബ പറയണ്. അപ്പോൾ ഗോവിന്ദ് പറയണ്, നീ നിർത്തടി, എന്തോന്നാ നീ കുറേ നേരം വളന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്, നീ എന്താണ് പറയുന്നതെന്ന് നിനക്ക് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ, ഇത് കേൾക്കുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പിന്നെ നീ ഒന്നും മിണ്ടാതിരിക്കേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗീത് പറയണ്, രക്ഷപ്പെട്ട്, ഞാൻ വിചാരിച്ചത് കണക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ വന്നല്ലോ, കൊണ്ടെത്തിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അജാസ് വരികയാണ്. വന്നിട്ട് വണ്ടി പെട്ടെന്ന് നിർത്തിയിട്ട് ഓടി വരികയാണ്. പുള്ളിക്കാരൻ പേടിച്ചു, എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായി എന്ന് വിചാരിച്ച് പുള്ളി പേടിച്ച് വരികയാണ്. അജാസ് ചോദിക്കണേ, എന്താ ഗോവിന്ദ് സാർ, ഇവിടെ എന്താ സംഭവിച്ചത്, എന്താ പെട്ടെന്ന് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അപ്പോൾ ഉടനെ അജാസിനോട് ഗോവിന്ദ് പറയണേ, അങ്ങനെ പേടിക്കാത്തക്ക കാര്യങ്ങളൊന്നുമില്ല, നീ ഗീതുവിനെയും കൊണ്ട് പൊയ്ക്കോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദിനോട് അജാസ് ചോദിക്കണം, അതെന്താ സാർ പെട്ടെന്ന്? അതൊക്കെ പോകുന്ന വഴിക്ക് ഇവള് പറഞ്ഞു തരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീത് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്തിന് നമ്മുടെ വിജയലക്ഷ്മി അമ്മ ബാക്കിലത്തെ സീറ്റിലോട്ട് കയറിയിരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഗീതു ഇങ്ങനെ പിടിച്ച് വിജയലക്ഷ്മി അമ്മയെ പുറത്തോട്ട് ഇറക്കുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ, അങ്ങനെ പഴയ എൻ്റെ കണ്ണേട്ടനെ വിജയലക്ഷ്മി അമ്മ ഡ്രൈവർ ആക്കണ്ട, നേരെ ഫ്രണ്ടിൽ പോ, എൻ്റെ കണ്ണേട്ടനെ ആരും ഡ്രൈവർ ആക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മിയെ പിടിച്ച് ഫ്രണ്ടിലത്തെ സീറ്റിൽ കൊണ്ടിരുത്തുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ നോക്കുമ്പോൾ ഗീത് പറയണ, അങ്ങനെ ഇപ്പോഴേ എൻ്റെ കണ്ണേട്ടനെ അങ്ങനെ ആരും ഡ്രൈവർ ആക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വിജയലക്ഷ്മി ഇങ്ങനെ സൈഡിൽ കൂടെ നോക്കിയിട്ട് ഗീതിനെ നോക്കി ചിരിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഗോവിന്ദും അവരെല്ലാവരും അവർ ഗോവിന്ദും വിജയലക്ഷ്മിയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ അജാസും ഗീതും മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അജാസ് പറയണം, എന്തായാലും പെങ്ങളാളൊരു മിടുക്കി തന്നെയാണ്, എന്തായാലും പെങ്ങൾ വിചാരിച്ചെടുത്ത് തന്നെ കൊണ്ട് എത്തിച്ചല്ലോ കാര്യങ്ങൾ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയണം, അതാണ് ഗീതു എന്നിങ്ങനെ പറയുകയാണ്. കണ്ണേട്ടാ, ഇതെൻ്റെ ഒരു വാശിയായിരുന്നു. ഇതിപ്പോൾ അമ്മയും മോനും ഒറ്റയ്ക്കാണല്ലോ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. എന്തായാലും അവർ ഒറ്റയ്ക്കുള്ളതാ നല്ലത്. ഞാനും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ കണ്ണേട്ടൻ അവരുമായിട്ട് സംസാരിക്കില്ല. ഇതിപ്പോൾ അവർ അമ്മയും മോനും മാത്രമല്ലേ ഉള്ളത്. എനിക്ക് ഉറപ്പുണ്ട് തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ ആ മഞ്ഞുമല ഉരുകാൻ തുടങ്ങും. ഇതുണ്ടല്ലോ ആ രാധികാമ്മയ്ക്ക് ഇട്ട് കൊടുക്കുന്ന നല്ലൊരു അടിയാണ് എന്ന് പറയുകയാണ്. ഇനി എൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? രാധികാമ്മയുടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രാധികാമ്മയുടെ അസ്തമനമാണ്. വിജയലക്ഷ്മി അമ്മ അറയ്ക്കലേക്ക് ഉദിച്ചു വരും എന്നിങ്ങനെ പറയുകയാണ് ഗീതു. ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അജാസിൻ്റെ വണ്ടി കയറി അവർ രണ്ടുപേരും കൂടി പോവുകയാണ്. നമ്മുടെ ഗീതുവും നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ അജാസും കൂടി പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഇവരിങ്ങനെ കാറിൽ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ കുറേ ദൂരം പോവുകയാണ്. പോകുമ്പോഴൊന്നും ഗോവിന്ദും വിജയലക്ഷ്മിയും കൂടി തമ്മിൽ മിണ്ടുന്നില്ല. അങ്ങനെ ഇങ്ങനെ വിജയലക്ഷ്മി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കും. അതിനുശേഷം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ കൈ അങ്ങ് തട്ടി എറിയാണ്. എന്നിട്ട് പറയണതേ, എൻ്റെ ശരീരത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട, നിങ്ങൾക്ക് അതിനുള്ള അവകാശമേ ഇല്ല. പിന്നെ ഗീതു പറഞ്ഞതുകൊണ്ട് മിണ്ടാണ്ട് ഞാൻ ഇതിനകത്ത് കയറിയിരിക്കാൻ സമ്മതിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെയുള്ളൊരു കാര്യവും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി അമ്മ ചോദിക്കുകയാണ്, മോനെ നിനക്ക് എന്നോടുള്ള വെറുപ്പ് മാറാറായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഈ വെറുപ്പൊക്കെ മറക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, കൂടുതലായിട്ട് നിങ്ങളൊന്നും അറിയിക്കുകയും വേണ്ട, എനിക്ക് ഒട്ടും താല്പര്യമില്ല, നിങ്ങളോട് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഇവർ പോയിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുന്നത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കട കാണുകയാണ്, ഒരു ചെറിയൊരു കട കാണുകയാണ്. ആ കടയുടെ മുമ്പിൽ വണ്ടി നിർത്തുകയാണ് ഗോവിന്ദ്. എന്നിട്ട് വിജയലക്ഷ്മി അമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചായ വേണോ? അപ്പോൾ ഉടനെ വിജയലക്ഷ്മി പറയണ, അത് പിന്നെ എൻ്റെ മോനല്ലേ, എൻ്റെ മോൻ എനിക്ക് എന്ത് തന്നാലും, എനിക്ക് വിഷം തന്നാലും ഞാൻ സന്തോഷത്തോടു കൂടി കഴിക്കും. എന്തായാലും നിനക്ക് എന്നോട് ഇത് ചോദിക്കാൻ തോന്നിയല്ലോ, എനിക്ക് മനസ്സിലായി നിൻ്റെ ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ടെന്ന്. അപ്പോൾ ഗോവിന്ദ് ഉടനെ പറയണേ, അതെ ഞാനങ്ങനെ സ്നേഹം കൊണ്ടൊന്നും ചോദിച്ചല്ല, എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി, പിന്നെ വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇറങ്ങുകയാണ്. എന്നിട്ട് ചായക്കടയിൽ ചെന്നിട്ട് 2 ചായ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ അവർ കാറിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് ചായ വാങ്ങിക്കുന്ന സമയത്ത് ഗോവിന്ദ് ചോദിക്കുകയാണ്, അതെ ചായ ഞാൻ വിത്തൗട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മധുരം വേണമെന്നൊന്നും എനിക്കറിയില്ല, മധുരം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇട്ടുകൊണ്ട് തരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയണേ, എനിക്കങ്ങനെ ഷുഗറിൻ്റെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് മധുരം കഴിക്കുന്നതിനും കുഴപ്പമില്ല, പക്ഷേ ഈ ചായയിൽ എനിക്ക് മധുരമുണ്ട്, നിൻ്റെ സ്നേഹത്തിൻ്റെ മധുരം. നീ എന്തായാലും എന്നോട് നിനക്കൊരു കരുതലുണ്ടായല്ലോ, അതുകൊണ്ടല്ലേ നീ വിത്തൗട്ട് ചായ വാങ്ങിച്ചുകൊണ്ട് തന്നത്. ഇതിനി വിഷമാണെങ്കിൽ ഞാൻ സന്തോഷത്തോടു കൂടി കഴിക്കും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദ് ആ ചായയും കൊണ്ട് മാറിപ്പോവുകയാണ്. ഗോവിന്ദ് ഒഴിഞ്ഞൊരു ഭാഗത്ത് പോയി ചായ കുടിക്കുമ്പോൾ വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കണേ, മോനെ നിനക്ക് ഈ അമ്മയോട് എന്താ ഇത്ര വെറുപ്പ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, അത് നിങ്ങൾക്കറിയില്ലേ എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇത്ര വെറുപ്പെന്ന്? അപ്പോൾ വിജയലക്ഷ്മി പറയണേ, ഗീതു എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ നന്നായിട്ട് പാടുമെന്ന്. നിനക്ക് അമ്മയോട് വെറുപ്പുണ്ടെങ്കിലും അമ്മ പണ്ട് മടിയിലിരുത്തി പഠിപ്പിച്ചു തന്ന സ്വരങ്ങളൊന്നും നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? പക്ഷേ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നിന്നെ നല്ലൊരു പാട്ടുകാരനാക്കണമെന്ന്. നിനക്ക് അരങ്ങേറ്റം നടത്താനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, അതാര് കാരണം? നിങ്ങൾ കാരണം തന്നെയാണല്ലോ അതൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി പറയണ, ഗോവിന്ദ്, എൻ്റെ മനസ്സിൽ ഞാൻ എന്നും നിനക്കൊപ്പം ആയിരുന്നു മോനെ. പിന്നെ അന്നും ഇന്നും എന്നും മാധവേട്ടൻ മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പോഴും ഞാൻ മരിക്കുന്നത് വരെയും എൻ്റെ മനസ്സിൽ മാധവേട്ടൻ ഒരാൾ മാത്രമേ കാണുള്ളൂ. അദ്ദേഹത്തെ ഞാൻ എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് വിജയലക്ഷ്മിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരു ചോദ്യം, അപ്പോൾ പിന്നെ രഞ്ജു ഏതാണ്? രഞ്ജു ആരുടെ മകളാണ്? നിങ്ങൾ അച്ഛനെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് രഞ്ജു നിങ്ങളുടെ ഒപ്പം ഇല്ലായിരുന്നല്ലോ, പിന്നെ എവിടെ നിന്ന് വന്നു ഈ രഞ്ജു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ വിജയലക്ഷ്മി സ്തംഭിച്ച് പോവുകയാണ്, ഷോക്കാവുകയാണ് വിജയലക്ഷ്മി. അപ്പോൾ ഗോവിന്ദ് പറയണേ, എന്താ വാക്കുകളില്ലേ?
ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അപ്പോഴും നിങ്ങളതിൽ നിന്ന് മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ പറയണം. അതിനുശേഷം ഗോവിന്ദ് പറയണം, നിങ്ങളും രാധികാമ്മയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോഴുണ്ടല്ലോ, അച്ഛൻ മാനസികമായിട്ട് നല്ല തകർന്നു പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ രാധികാമ്മയാണ് എൻ്റെ അച്ഛനെ ചേർത്ത് പിടിച്ചത്. എന്നാൽ നിങ്ങൾ ചോദിക്കും, ഈ പറയുന്ന രാധികാമ്മയ്ക്കും അച്ഛനിലേക്ക് വരുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേന്ന്. അത് ശരിയാ, രാധികാമ്മയ്ക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ രാധികാമ്മ എൻ്റെ അച്ഛൻ്റെ കൂടെ കൂടിയതിന് ശേഷം രാധികാമ്മ എൻ്റെ അച്ഛൻ്റെ ഭാര്യയായിട്ടാണ് ജീവിച്ചത്. അതേസമയം നിങ്ങളോ അച്ഛനെ വിട്ട് പോയതിന് ശേഷമല്ലേ നിങ്ങൾക്ക് രഞ്ജു മകളായിട്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ്, നിങ്ങളും രാധികാമ്മയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ എൻ്റെ അച്ഛനെ ഇട്ടിട്ട് പോയി, പക്ഷേ സ്വന്തം യൗവനം പോലും നോക്കാതെയാണ്, എൻ്റെ അച്ഛൻ്റെ പ്രായം പോലും നോക്കാതെയാണ് എൻ്റെ രാധികാമ്മ എൻ്റെ അച്ഛനൊപ്പം വന്ന് എനിക്ക് തണലായി താങ്ങായി എൻ്റെ അമ്മയായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നത്. അപ്പോഴും രാധികാമ്മ അച്ഛൻ മരിച്ചതിന് ശേഷം പോലും സ്വന്തം യൗവനത്തെ പറ്റിയോ സ്വന്തം ജീവിതത്തിലെ വസന്തകാലത്തെ പറ്റിയോ ഓർത്തിട്ട് കൂടിയില്ല. ആ അമ്മയാണ് എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങളും രാധികയമ്മയും തമ്മിൽ കൂടില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ഗോവിന്ദ് കയ്യിലിരുന്ന ചായ ദൂരേക്ക് കളഞ്ഞിട്ട് ചായ ഗ്ലാസും കൊണ്ട് പോവുകയാണ്. അപ്പോൾ വിജയലക്ഷ്മിക്ക് അമ്മ അവിടെ നിന്ന് സങ്കടപ്പെടുകയാണ്. സങ്കടപ്പെട്ടതിന് ശേഷം വിജയലക്ഷ്മി അമ്മ പോയി കാറിൽ കയറുകയാണ്. കാറിൽ കയറിയിട്ടിരുന്നിട്ട് ഗോവിന്ദ് ചായക്കടയിലേക്ക് പൈസ കൊടുക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് വിജയലക്ഷ്മി അമ്മ കാറിൽ കയറിയിരുന്നിട്ട് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് വന്നിരിക്കുകയാണ്. ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്ന രണ്ടാളും. അങ്ങനെ ഗോവിന്ദ് വന്നിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് വന്നിട്ട് പറയണേ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഞാൻ കുടിച്ചതിൻ്റെ ബാക്കി വെള്ളം അത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയണേ, മോനെ, നീ കുടിച്ചതിൻ്റെ ബാക്കി വെള്ളമൊന്നും അമ്മയ്ക്ക് ഒരു വെറുപ്പുമില്ലടാ. ഞാൻ എന്നും നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അന്നും ഇന്നും എന്നും. പിന്നെ ഞാൻ ഒരുപാട് നീ കഴിച്ചതിൻ്റെ ബാക്കിയും നീ കഴിച്ചതിൻ്റെ ബാക്കിയും നീ കുടിച്ചതിൻ്റെ ബാക്കിയൊക്കെ അമ്മ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു നിന്നെ വിട്ട് വരുന്നത് വരെയും. അത് അന്നൊക്കെ അമ്മയ്ക്ക് അത് വെറും ഉച്ഛിഷ്ടമായിരുന്നില്ല മോനെ, അതെൻ്റെ അമൃതമായിരുന്നു എനിക്ക്. ഇന്നും എനിക്ക് അങ്ങനെ തന്നെയാണ്. നീ എത്ര വളർന്നെന്ന് പറഞ്ഞാലും നീ എന്നെ എത്ര വെറുത്തെന്ന് പറഞ്ഞാലും ഇത് എനിക്ക് വെറും ഉച്ഛിഷ്ടമല്ല മോനെ, എനിക്ക് അമൃതാണ് എന്നിങ്ങനെ പറയുകയാണ് വിജയലക്ഷ്മി അമ്മ. അപ്പോൾ ഇത് കേട്ടിട്ട് ഗോവിന്ദ് ഇങ്ങനെ ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി അമ്മയും ഗോവിന്ദും കൂടെ തമ്മിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് ഇത്. ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് 19-ാം തീയതിയിലുള്ള എപ്പിസോഡായിരുന്നു. 20-ാം തീയതി 21-ാം തീയതി ഇല്ലായിരുന്നു. ശനി ഞായർ ഗീതാ ഗോവിന്ദം സീരിയൽ ഇല്ലല്ലോ. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ്, പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ഈ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താണ്, ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.